ഏപ്രിൽ 3 ബുധനാഴ്ച. ലൂക്ക 24 13 മുതൽ 35 വരെ വാക്യങ്ങൾ. ബൈബിളിൽ അറിയപ്പെടുന്ന ഒരു കഥയാണ് എമ്മാവുസിലേക്കുള്ള 2 ശിഷ്യന്മാരുടെ യാത്ര. ഈ കഥയിൽ യേശുവിൻ്റെ 2 ശിഷ്യന്മാർ ജെറൂസലേമിൽ നിന്ന് 7 മൈൽ അകലെയുള്ള എമ്മാവുസിൽ ഗ്രാമത്തിലേക്ക് നടക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ യേശുവിന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവർ സംസാരിക്കുന്നു. യേശു ക്രൂശിക്കപ്പെട്ടതിനാൽ അവർ ദുഃഖിതരും ആശയക്കുഴപ്പത്തിലുമാണ്. അവർ നടക്കുമ്പോൾ യേശു തന്നെ അവരോടൊപ്പം ചേരുന്നു. പക്ഷേ അവർ അവനെ തിരിച്ചറിയുന്നില്ല. അവർ എന്താണ് സംസാരിക്കുന്നതെന്ന് അവൻ അവരോട് ചോദിക്കുന്നു. സംഭവിച്ച കാര്യങ്ങളെല്ലാം അവർ അവനോട് പറയുന്നു. തുടർന്ന് യേശു അവർക്ക് തിരുവെഴുത്തുകളും അവയിൽ തൻ്റെ മരണത്തിലേക്കും പുനരുദ്ധാനത്തിലേക്കും വിരൽ ചൂണ്ടുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ തുടങ്ങുന്നു. സംസാരിച്ചു കൊണ്ടിരിക്കെ അവർ എമ്മാവുസിലെത്തുന്നു. തങ്ങളോടൊപ്പം വസിക്കാൻ അവർ യേശുവിനോട് ആവശ്യപ്പെടുന്നു. അവൻ സമ്മതിക്കുന്നു. അവർ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് നന്ദി പറഞ്ഞ് മുറിച്ചു കൊടുക്കുന്നു. ആ നിമിഷം അവരുടെ കണ്ണുകൾ തുറക്കുന്നു. അവർ അവനെ തിരിച്ചറിയുന്നു. അപ്പോൾ യേശു അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ശിഷ്യന്മാർ അത്യധികം സന്തോഷിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റുവെന്ന് മറ്റു ശിഷ്യന്മാരോട് പറയാൻ അവർ തിടുക്കത്തിൽ ജെറൂസലേമിലേക്ക് മടങ്ങുന്നു. ഈ കഥ യേശുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്. മാത്രമല്ല, ഇത് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്ക് പ്രതീക്ഷയുടെ ഉറവിടവുമാണ്. എമ്മാവുസിലേക്കുള്ള പാതയുടെ കഥ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും പ്രാധാന്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ശിഷ്യന്മാർ ദുഃഖിതരും ആശയക്കുഴപ്പത്തിലുമായിരുന്നു. പക്ഷേ അവർ അപ്പോഴും വിശ്വസ്തരായിരുന്നു. യേശുവിന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ലെങ്കിലും അവർ യേശുവിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നതിനാൽ അവർക്ക് പ്രത്യാശയും ഉണ്ടായിരുന്നു. അവർ യേശുവിനെ കണ്ടില്ലെങ്കിലും അവനെ സ്നേഹിച്ചു. ഈ 3 കാര്യങ്ങൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഒരു ക്രിസ്ത്യാനിക്ക് അത്യന്താപേക്ഷിതമാണ്. നമുക്ക് എല്ലാം മനസ്സിലാകില്ലെങ്കിലും യേശുവിൽ വിശ്വസിക്കാൻ നമുക്ക് വിശ്വാസം ആവശ്യമാണ്. കാര്യങ്ങൾ ദുഷ്കരമാണെങ്കിലും നമ്മെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പ്രത്യാശ ആവശ്യമാണ്. വഴിതെറ്റിപ്പോയാലും നമുക്ക് വഴി കാണിക്കാൻ സ്നേഹം ആവശ്യമാണ്. പ്രിയ സഹോദരരെ, ഈ 3 കാര്യങ്ങൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവ ഒരു ക്രിസ്തീയ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്ന ഓർമ്മപ്പെടുത്തലാണ് എമ്മാവുസിലേക്കുള്ള ഈ പാതയുടെ കഥ. യേശു ഉയർത്തെഴുന്നേറ്റു. അവനിപ്പോഴും എപ്പോഴും നമ്മോടൊപ്പമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR